ഇതാണ് മൈസൂർ റെയിൽവേ മ്യൂസിയം. ഇതാണ് പോർട്ടർ ഗൗഡപ്പ. ഒരു ആദ്യകാലം, അതായത് രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ട്രെയിൻ മുതൽ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് പണ്ടത്തെ ട്രെയിനുകൾ. ഇതൊക്കെ പണ്ടത്തെ ട്രെയിനുകളാണ്, കൽക്കരിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രെയിനുകൾ. അതിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതുണ്ട് പഴയ ബോഗി. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ പൊതുവെ വിസിറ്റ് ചെയ്യാറില്ല, കാരണം ആൾക്കാർക്ക് അത്രയും അറിവില്ല, ഇങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് വലിയ പിടിപാടില്ല. ഇതൊക്കെ അങ്ങനെ ഒരു ട്രെയിനിൻ്റെ ഒരു ഭാഗം, ഒരു 1-2 ബോഗി ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുക, ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ. ഇന്നത്തെ ചെറിയ ചെറിയ റൂമുകളാണ്, എല്ലാം മരം കൊണ്ടുള്ള നിർമ്മിതിയാണ്. ഇന്നത്തെ റെയിൽവേയുടെ കിച്ചൺ, പണ്ടുണ്ടായിരുന്ന റെയിൽവേ കിച്ചണാണ്. ഇത് അന്നത്തെ രാജാവ് യാത്ര ചെയ്തിരുന്ന ട്രെയിനാണ്. അതിൽ രാജാവിൻ്റെ വിശ്രമുറിയാണ് ഇതിനുള്ളിൽ. പണ്ടൊക്കെ ഉണ്ടായിരുന്ന മീറ്റർ ഗേജ് റെയിൽവേ പാളങ്ങളാണ്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തും അതില്ല. ആകെ ഉള്ളത് പിന്നെ ഊട്ടിയിലൊക്കെയാണ്. ഊട്ടിയിലും പിന്നെ കാശ്മീരിൽ ഏതൊരു സ്ഥലത്തുണ്ട്. അതൊക്കെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന റെയിൽവേ പ്രൊജക്റ്റുകളാണ്. 3-4 ബോഗിയുള്ള മിനി ട്രെയിനുകൾ. ഇത് പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു റെയിൽവേയുടെ എഞ്ചിനാണ്. കൽക്കരിയാണോ ഡീസലാണോ എന്നറിയില്ല, പക്ഷേ അതിൻ്റെ വീലുകളൊക്കെ നോക്കി എത്ര വലുതാണ്. പിന്നെ ഇത്രയും റിസ്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഭാഗങ്ങൾ പണിതെടുക്കാൻ. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സംഭവങ്ങളാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്കതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും കേട്ടോ ഈ സംഭവം. ഇവിടുത്തെ മൈസൂരിലുള്ള ഈ റെയിൽവേ മ്യൂസിയം, നല്ലൊരു പാർക്കും, ഇവിടെ ഒരു ടോയ് ട്രെയിനൊക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇവർ ആ പണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ ഈ പാളയമൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ട്രെയിനിൻ്റെ പാളയമൊക്കെ കേട്ടോ, കല്ലൊക്കെ ഇട്ട് മരവും ഒക്കെ ഉപയോഗിച്ച് മെറ്റലൊക്കെ ഇട്ട് നല്ല ട്രെയിനിൽ കയറിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ബാക്ക് സൈഡ്. ഇവിടെയാണെങ്കിൽ പോലും ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പണ്ടത്തെ മോഡലിൽ. നമ്മുടെ ഈ ട്രെയിൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ മോഡൽ. ഒരു 100 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ട്രെയിനിൻ്റെ ഒരു ഭാഗമാണ് 2 ബോഗി. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാൻ പോവാണ്. ഇതാണ് അതിൻ്റെ എൻജിൻ റൂം. ഇത്രയും യാത്രക്കാർക്ക് ഇതിൻ്റെ അകത്തിരിക്കാം. എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു ബോഗിയാണ്. ഇതിൽ കൂടുതൽ സീറ്റുകൾ കാണുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് ഫുള്ള് സീറ്റുകളുണ്ട്. ഇതൊരു മ്യൂസിയം റൂമാണ്. പണ്ടത്തെ റെയിൽവേയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില വസ്തുക്കൾ അത് സൂക്ഷിച്ചിരിക്കുന്നു. ചില പഴയ നാണയങ്ങൾ. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ട്രെയിനിൻ്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 1930 മുതൽ 1994 വരെയുള്ള വ്യത്യസ്തങ്ങളായ ട്രെയിനിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ഊട്ടി ട്രെയിനാണ്. ഇതൊരു പഴയ ട്രെയിനിൻ്റെ ബോഗിക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. വളരെ ഭംഗിയായിട്ടൊരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. അത് ഒത്തിരി ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങേയറ്റത്താണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്.
ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയേ ഉള്ളൂ. തീർന്നൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അപ്പോൾ എവരെയും ഇനി അടുത്ത പ്രാവശ്യം മൈസൂർ വരുമ്പം ഈ റെയിൽവേ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.